വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കൊടികൾ ഒഴിവാക്കിയത് കോൺഗ്രസിനെതിരെ ആയുധമാക്കി LDFും BJPയും. സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിച്ചു. തീവ്രവാദ പിന്തുണ മറയ്ക്കാനാണ് കൊടികൾ ഒഴിവാക്കിയത് എന്നായിരുന്നു വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ വിമർശനം. കോൺഗ്രസ് എന്ത് ചെയ്യണം എന്ന് തങ്ങൾ തീരുമാനിക്കുമെന്ന് KC വേണുഗോപാൽ മറുപടി നൽകി. ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പിടിക്കാതെ പോയ കൊടിയിൽ പിടിച്ചാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിവാദം. കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് ത്രിവർണ പതാക ഉപേക്ഷിക്കണമെന്ന സംഘപരിവാറിന്റെ ആവശ്യം നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്നും മുഖ്യമന്ത്രി. സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഇവർക്കെല്ലാം കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായിരുന്നു. തീവ്രവാദ പിന്തുണ മറയ്ക്കാനാണ് കൊടികൾ ഒഴിവാക്കിയതെന്നായിരുന്നു വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ വിമർശനം. വടക്കേ ഇന്ത്യയിലെ വോട്ടർമാരോട് ഞാൻ PFIയുടെ കൂടെയാണ് മത്സരിക്കുന്നതെന്ന് അറിയിക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഉപദേശം വേണ്ടെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയുമായ KC വേണുഗോപാലിന്റെ മറുപടി. മുഖ്യമന്ത്രിയുടെ ഒറ്റ പരിപാടിയുള്ളൂ, രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക. മോഡിയെക്കുറിച്ച് അക്ഷരം പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടികൾ, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. മുഖ്യമന്ത്രി അഡ്വൈസ് ഞങ്ങൾക്ക് വേണ്ട. പിന്നാലെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും കടുത്ത വിമർശനവുമായി എത്തി. तो राहुल गांधी संविधान के प्रति अपने ओथ को झुठला चुके हैं जब उन्होंने PFI की पॉलिटिकल लीडरशिप से समर्थन अपने चुनाव के लिए लिया. മുഖ്യമന്ത്രിയും BJPയും വീണ്ടും ചങ്ങാതിമാരായതിന്റെ ഉദാഹരണമാണ് കൊടി വിവാദമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. പതാകകൾ ഒഴിവാക്കണമെന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമെന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. എങ്ങനെ രാഷ്ട്രീയ പ്രചരണം നടത്തണമെന്നത് ഞങ്ങളുടെ ഇഷ്ടമാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. UDF മത്സരിക്കുന്നത് ദേശീയ പതാക നിലനിർത്താനാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് ദേശീയ പദവി നിലനിർത്താനാണെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പരിഹസിച്ചു. 24 വയനാട്.